ഞാൻ ആരാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന മിസ്റ്റർ സുബിലാൽ ആരാണ്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ സ്റ്റോറി എന്താണ്? അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. മൈ സ്റ്റോറി. സോ ഞാൻ വരുന്നത് വളരെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം എറണാകുളത്തും തൃശ്ശൂരും ഒക്കെയാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ ഫാമിലിയാണ്. ഞാൻ ഒരു 18 വയസ്സായപ്പോൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തു. +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഇന്ത്യൻ നേവിയിൽ സെലക്ഷൻ കിട്ടുന്നത്. 2017 32ാമത്തെ വയസ്സിൽ ഞാൻ ഇന്ത്യൻ നേവിയിൽ നിന്ന് റിട്ടയർ ആയി. റിട്ടയർമെന്റിന് ശേഷം ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ നേവിയിൽ ഉണ്ടായിരുന്നപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസാണ്. ഞാൻ നേവിയിലെ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 2 എയർക്രാഫ്റ്റിലാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒന്ന് കിരൺ എന്ന് പറയുന്ന ഒരു എയറോബാറ്റിക് അല്ലെങ്കിൽ ഫൈറ്റർ ട്രെയിനർ എയർക്രാഫ്റ്റിലാണ്. ഇതിന്റെ എഞ്ചിനീയറിംഗിലായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു 6-7 വർഷം വർക്ക് ചെയ്ത്. അതിനുശേഷം സീ ഹാരിയർ എന്ന് പറയുന്ന വെരി പോപ്പുലർ യെറ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് സീ ഹാരിയർ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ്. ഇതിന്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഫോളോഡ് ബൈ ഞാൻ IT-യിലേക്ക് മാറി. ഒരു ഫൈനൽ 5 to 6 ഇയേഴ്സ് എൻ്റെ സർവീസ് IT ഡിപ്പാർട്ട്മെന്റ്സിലായിരുന്നു. ആ IT ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈം ആയിട്ട് ഡെവലപ്മെന്റ് പഠിച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് AI ഓട്ടോ ബുക്കിംഗ് ആപ്ലിക്കേഷനാണ്. കേരളത്തിൽ ഊബർ വരുന്നതിന് മുന്നേ റിലീസ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അന്ന് കുറച്ച് ന്യൂസ് പേപ്പറുകൾ അതിനെക്കുറിച്ച് കവർ ചെയ്ത ഒരു ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ആപ്പിന്റെ ഡെവലപ്മെന്റ് ചെയ്തത് ഞാനായിരുന്നു, എൻ്റെ പാർട്ട് ടൈമിലായിരുന്നു. അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷം സ്റ്റാർട്ടപ്പുകളിലേക്ക് ഇറങ്ങി. ചില സ്റ്റാർട്ടപ്സിനെ കുറിച്ച് ആ ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ട്രെയിനിങ്സ്, പല പല ടോപ്പിക്കുകളിൽ ബിസിനസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ്, അങ്ങനെയുള്ള ടോപ്പിക്സിൽ ട്രെയിനിങ്സ് എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെതായ ചില ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ യാത്രയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മൾ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ആമസോൺ കിൻഡിലിൽ അവൈലബിൾ ആണ്. പ്രിന്റ് വേർഷൻ എൻ്റെ കയ്യിൽ പേഴ്സണലി അവൈലബിൾ ആണ്. ഇതിന്റെ സെക്കൻഡ് എഡിഷൻ നമ്മൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അത് റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് എങ്ങനെ ഒരാൾക്ക് ജോലി നിർത്തി ബിസിനസ്സിലേക്ക് മാറുന്നതിന് മുന്നേ അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് ചെയ്യാം എന്നാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് ട്രെയിനിങ്സ് അതല്ലാതെയും ചെയ്യുന്നുണ്ട്. പബ്ലിക് ഇവന്റ്സ് ആയിട്ടും യൂണിവേഴ്സിറ്റികളിലും എല്ലാം വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ ട്രെയിനിങ്സ്, കോച്ചിങ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലിയർ ഗോൾ എന്ന് പറയുന്നത്, മിഷൻ എന്ന് പറയുന്നത് എംപവറിങ് അവർ സ്റ്റേറ്റ് പീപ്പിൾ വിത്ത് ഡിജിറ്റൽ സ്കിൽസ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഡിജിറ്റൽ സ്കിൽസ്. അത് ആൾക്കാരിലേക്ക് എത്തിക്കുക, എംപവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മിഷൻ. ഓൾമോസ്റ്റ് ഇതുവരെയുള്ള യാത്രയിൽ നമ്മൾ ഒരു 1.2 CR ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1 million+ ആവറേജ് മന്ത്ലി വ്യൂസ് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ലഭിക്കുന്നുണ്ട്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് അവൈലബിൾ ആണ്. 2 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ എല്ലാം കൂടെ ചേർത്ത് അറ്റ് ദിസ് പോയിന്റ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. 60,000-ഓളം ലീഡ്സ് നമ്മൾ മെജോറിറ്റി ഓർഗാനിക് ആയിട്ടും അല്ലാതെ പെയ്ഡ് ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ലീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഓർഗാനിക് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ഒരു 10,000+ പീപ്പിൾ നമ്മളുടെ ട്രെയിനിങ്സ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ഡിജിറ്റൽ കോച്ച് എന്നൊരു പദവി അല്ലെങ്കിൽ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് അതിൽ റിസൾട്ട് കൊണ്ടുവന്ന് അത് വെച്ച് അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തിയററ്റിക്കലി മറ്റുള്ള സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യുന്ന പോലെ ഒരു പ്യുവർ തിയറി ബേസ്ഡ് അല്ല. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം. ഇത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അടുത്ത ഒരു സോഷ്യൽ ഇവന്റ് ആണ്. നമ്പർ 1 അക്കാഡമി എന്ന് പറയുന്ന കേരളത്തിലെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിയുടെ ഡിജിറ്റൽ സ്പേസിലെ കോച്ച് ആകാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പർ 1 അക്കാഡമിയുടെ വരുന്ന ഒരു ഇവന്റിന്റെ ഒരു പോസ്റ്ററാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഇറ്റ്സ് മൈ ഡ്രീം വിച്ച് ഐ എം പെർസ്യൂയിങ് ദ നമ്പർ 1 ഡിജിറ്റൽ കോച്ച് ഇൻ മലയാളം എന്നുള്ള ഒരു പൊസിഷനിലേക്ക് ഞാൻ എന്നെ തന്നെ
വളരെ ആവേശത്തോടുകൂടി അഗ്രസീവായിട്ട് മുന്നോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് റിസൾട്ട് ബേസ്ഡ് ആകാനാണ് ആഗ്രഹിക്കുന്നത്. വെറുതെ നമ്മളൊരു നമ്പർ 1 എന്ന് വെറുതെ പറയല്ല, ജനങ്ങളുടെ ലൈഫിൽ ബിസിനസ്സുകളിൽ ആ മാറ്റം കൊണ്ടുവന്നുകൊണ്ട് നമ്പർ 1 കോച്ച് ഇൻ ഡിജിറ്റൽ സ്പേസ് ഇൻ മലയാളം എന്നുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുക എന്നുള്ള ഒരു ഡ്രീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ദാറ്റ് ഈസ് മൈ സ്റ്റോറി. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുകളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സ്റ്റോറിയും. അപ്പൊ നിങ്ങൾ കോഴ്സ് മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്ന സമയത്ത് ഈ കമ്മ്യൂണിറ്റിയുടെ ഫൗണ്ടർ ആരാണ്, എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഈസ് മീ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്.